ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എസ് ബ്ലോക്ക് എലമെൻറ്റ്സിൽ നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് നോക്കിയത്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ അവരുടെ യൂസസൊക്കെ നോക്കി. പിന്നെ അതേപോലെ തന്നെ സാൾട്സ് ഓഫ് ഓക്സോ ആസിഡ്, ഓക്സോ ആസിഡുകൾ ഫോം ചെയ്യുന്ന സോൾട്ടുകൾ പഠിച്ചു. അവിടെ വരെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അനോമലസ് പ്രോപ്പർട്ടീസും, ലിഥിയത്തിൻ്റെയും ബെർലിയത്തിൻ്റെയും അനോമലസ് പ്രോപ്പർട്ടീസും നോക്കി. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഈ ലിഥിയം അതിൻ്റെ ആൽക്കലി മെറ്റലിൽ വരുന്ന മറ്റ് എലമെൻസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, അതായത് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഓക്കെ, ഈ എലമെൻസ് ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ലിഥിയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിഥിയം എന്ന് പറയുന്നത് മറ്റുള്ള ആൾക്കാരിൽ നിന്നൊക്കെ എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരുപാട് ബിഹേവിയർ കാണിക്കുന്ന ഒരാളാണ് ആര്? ലിഥിയം. ഓക്കെ, അപ്പോൾ ഈ ലിഥിയം എന്തൊക്കെ പ്രോപ്പർട്ടീസിലാണ് മറ്റുള്ള എലമെൻസിനെ വെച്ച് നോക്കുമ്പോൾ ലിഥിയം എന്ത് പ്രോപ്പർട്ടീസിലാണ് വേരിയേഷൻ കാണിക്കുന്നത് എന്നാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിന്റുകൾ നമുക്ക് നോക്കുന്നത്, നമ്മളിവിടെ ശ്രദ്ധിക്കുന്ന പോയിന്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ആരൊക്കെയാ? ലിഥിയം ആൻഡ് അതർ ആൽക്കലി മെറ്റൽസ്. ലിഥിയവും മറ്റ് ആൽക്കലി മെറ്റൽസും തമ്മിൽ എന്തൊക്കെ ഡിഫറൻസുകളാണ് ഉള്ളത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ലിഥിയം ആൻഡ് അതർ ആൽക്കലി മെറ്റൽസ് നോക്കാം. ഇതിലത്തെ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ആദ്യം ലിഥിയത്തിൻ്റെ ഫസ്റ്റ് പോയിന്റ് നമുക്കറിയാം. ലിഥിയം എന്ന് പറയുന്നത് വളരെ ഹാർഡറായിട്ടുള്ള ഒരു എലമെൻ്റാണ്. ഇവൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും ഓക്കെ വളരെ ഹൈ ആണ്. ഓക്കെ, ഹൈ ആയിട്ടുള്ള മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും ഉണ്ട്. മറ്റുള്ള ആൽക്കലി മെറ്റൽസൊക്കെ വെച്ച് നോക്കുമ്പോൾ അവനേക്കാളും ഹാർഡർ ആയിരിക്കും ലിഥിയം. ഇപ്പോൾ സോഡിയം, പൊട്ടാസ്യം അതിലേക്കൊക്കെ വരുന്ന സമയത്ത്, അവരൊക്കെ താഴേക്ക് വരുന്ന സമയത്ത് അവരുടെ ഹാർഡ്നെസ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലത്തെ ലിഥിയം ആയിരിക്കും ഏറ്റവും ഹാർഡായിട്ടുള്ളത്. ഇതാണ് ഒന്നാമത്തെ ഡിഫറൻസ് ബിറ്റ്വീൻ ലിഥിയം ആൻഡ് അതർ ആൽക്കലി മെറ്റൽ. മറ്റുള്ള ആൽക്കലി മെറ്റൽസിൽ നിന്നും ലിഥിയത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ലിഥിയം ഈസ് മച്ച് ഹാർഡർ ആൻഡ് ഹാവ് ഹയർ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ലിഥിയം ലീസ്റ്റ് റിയാക്റ്റീവ് ആണ് എന്ന് നമുക്കറിയാം. ഓക്കെ, അതായത് ഇപ്പോൾ സോഡിയമോ പൊട്ടാസ്യമോ ഒക്കെ വാട്ടറിലേക്ക് നമ്മൾ ഇടുകയാണെങ്കിൽ വിഗറസ്ലി റിയാക്ട് ചെയ്യും എന്നൊരു കണ്ടീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് കെറോസിനിലാണ് നമ്മൾ സൂക്ഷിച്ച് വെക്കാമെന്നും പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ലിഥിയത്തിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ലിഥിയം വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത് ലീസ്റ്റ് റിയാക്റ്റീവ് ആണ്. അതേപോലെ തന്നെ ലിഥിയത്തിൻ്റെ അടുത്തൊരു പ്രത്യേകത, ലിഥിയം എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. ഓക്കെ, ലിഥിയം ഈസ് എ സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻറ്റ്. ഓക്കെ, അപ്പോൾ മറ്റുള്ള ആൽക്കലി മെറ്റൽസ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവൻ ലീസ്റ്റ് റിയാക്റ്റീവ് ആണ്, സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. ഓക്കെ, സ്ട്രോങ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് ആയിട്ട് പറയുന്നത്, തേർഡ് പോയിന്റ്, ലിഥിയത്തിൻ്റെ മൂന്നാമത്തെ പോയിന്റ് നോക്കാൻ പോവുക. ലിഥിയം കമ്പഷൻ നടക്കുകയാണ് എന്ന് വിചാരിക്കാം. ഓക്കെ, ലിഥിയത്തിൻ്റെ കമ്പഷൻ നടക്കുകയാണ് എന്ന് വിചാരിക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ അവൻ എയറുമായിട്ട് റിയാക്ട് ചെയ്ത്, ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് Li2O ഫോം ചെയ്യും. അതായത് ലിഥിയത്തിൻ്റെ മോണോക്സൈഡ് ഫോം ചെയ്യും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച പോയിന്റുകളെ ഒന്ന് കൂട്ടിച്ചേർത്ത് വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ലിഥിയം മോണോക്സൈഡ് ഫോം ചെയ്യും. എന്നാൽ ലിഥിയത്തിന് സൂപ്പറോക്സൈഡുകളൊന്നും ഫോം ചെയ്യാനുള്ള കഴിവില്ല. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ലിഥിയം നൈട്രൈഡ് ഫോം ചെയ്യും, Li3N ഫോം ചെയ്യും. ഓക്കെ, ലിഥിയത്തിൻ്റെ നൈട്രൈഡ് ഫോം ചെയ്യും. എന്നാൽ ബാക്കിയുള്ള എലമെൻറ്റുകൾക്ക് കമ്പഷൻ നടക്കുന്ന സമയത്ത് അവരുടെ മോണോക്സൈഡും അതേപോലെ തന്നെ നൈട്രൈഡും ഫോം ചെയ്യാനുള്ള ടെൻഡൻസി ഇല്ല. ഓക്കെ, ലിഥിയത്തിനാണെങ്കിൽ അവരുടെ മോണോക്സൈഡും ഫോം ചെയ്യുന്നുണ്ട്, നൈട്രൈഡുകളും ഫോം ചെയ്യുന്നുണ്ട്. സ്റ്റേബിൾ ആയിട്ടുള്ള മോണോക്സൈഡും സ്റ്റേബിൾ ആയിട്ടുള്ള നൈട്രൈഡും ലിഥിയം ഫോം ചെയ്യുന്നു. എന്നാൽ മറ്റുള്ള ആൽക്കലി മെറ്റൽസ് ഫോം ചെയ്യുന്നില്ല. ഇതാണ് ലിഥിയത്തിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടി വരുന്നത്. ഇനി അടുത്തായിട്ട് ലിഥിയത്തിൻ്റെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് LiCl, ലിഥിയം ക്ലോറൈഡ്. ലിഥിയം ക്ലോറൈഡിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. ലിഥിയം ക്ലോറൈഡ് ഈസ് ഡെലിക്വസൻറ്റ്. ഓക്കെ, ലിഥിയം ക്ലോറൈഡിൻ്റെ പ്രത്യേകത ഇവൻ ഡെലിക്വസൻ്റ് ആണ്. ഓക്കെ, ആൽക്കലി മെറ്റൽസിൽ ബാക്കിയുള്ള ആളുകൾ ക്ലോറൈഡുകൾ നോക്കുമ്പോൾ, ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് നോക്കി വിചാരിക്കുക, സോഡിയം ക്ലോറൈഡ് ഒരിക്കലും ഡെലിക്വസൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. എന്താ ഡെലിക്വസൻ്റ് എന്ന് പറഞ്ഞാൽ, ലിഥിയം ക്ലോറൈഡ് വാട്ടർ മോളിക്യൂളിനെ ഹൈഡ്രേറ്റ് ചെയ്ത് LiCl.2H2O എന്ന് എക്സിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഒരിക്കലും സോഡിയം ക്ലോറൈഡ് NaCl.2H2O എന്നോ H2O എന്നോ ഒന്നും എഴുതുന്നില്ല. അതായത് സോഡിയം ക്ലോറൈഡ് ഒരിക്കലും ഡെലിക്വസൻ്റ് അല്ല, എന്നാൽ ലിഥിയം ക്ലോറൈഡ് ഡെലിക്വസൻ്റ് ആണ്. ഓക്കെ, LiCl
HCl ഈസ് ഡെലിക്വസൻറ്റ്. ലിഥിയം ക്ലോറൈഡ് ഈസ് ഡെലിക്വസൻറ്റ്. ലിഥിയം ക്ലോറൈഡ് ഡെലിക്വസൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ലിഥിയം ക്ലോറൈഡിനെ കുറിച്ച് നമ്മൾ ആദ്യം നോക്കുന്നത്. 4 പോയിന്റുകൾ നോക്കി. ഓക്കെ, ഡെലിക്വസൻ്റ് ആണ്. ഇനി അടുത്തതായിട്ട് 5ാമത്തെ പോയിന്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, 5th പോയിന്റ് ലിഥിയം ബൈകാർബണേറ്റ് LiHCO3. ഈ ലിഥിയം ബൈകാർബണേറ്റിൻ്റെ പ്രത്യേകത നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. ലിഥിയം ബൈകാർബണേറ്റ് എന്ന് പറയുന്നത് ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. ഓക്കെ, സോളിഡ് സ്റ്റേറ്റിൽ ഇവർക്ക് എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ലിഥിയം ബൈകാർബണേറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. ഇവർ സോളിഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യില്ല. ഇവരെപ്പോഴും ഒരു സൊല്യൂഷൻ്റെ ഫോമിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുക. പക്ഷേ ബാക്കിയുള്ള ബൈകാർബണേറ്റുകളൊക്കെ, അതായത് സോഡിയത്തിൻ്റെ ബൈകാർബണേറ്റ് NaHCO3 സോളിഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യും. പൊട്ടാസ്യത്തിൻ്റെ ബൈകാർബണേറ്റ് KHCO3 ഇവർക്കൊക്കെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലിഥിയത്തിനെ മറ്റുള്ള ആൽക്കലി മെറ്റൽസുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലിഥിയം ബൈകാർബണേറ്റ്, സോഡിയം ബൈകാർബണേറ്റ്, പൊട്ടാസ്യം ബൈകാർബണേറ്റ്. ഓക്കെ, ഇതിലത്തെ പൊട്ടാസ്യം കാർബണേറ്റും സോഡിയം ബൈകാർബണേറ്റും ഒന്നും സോളിഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കും. ലിഥിയം ബൈകാർബണേറ്റിന് സോളിഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഓക്കെ, ഇതാണ് ലിഥിയം ബൈകാർബണേറ്റിൻ്റെ അടുത്തൊരു പ്രോപ്പർട്ടി വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രോപ്പർട്ടി ആയിട്ട് ലിഥിയം ബൈകാർബണേറ്റിനെ പറയാവുന്നത്, അതായത് ഇപ്പോൾ സോഡിയത്തിൻ്റെ ഒരു റിയാക്ഷൻ പറഞ്ഞ സമയത്ത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഈത്തൈൻ CH ട്രിപ്പിൾ ബോണ്ട് CH ഇതുമായിട്ട് സോഡിയം റിയാക്ട് ചെയ്യുകയാണെങ്കിൽ +2Na ഗീവ്സ് NaC ട്രിപ്പിൾ ബോണ്ട് CNA എന്ന് പറഞ്ഞിട്ട് കോമ്പൗണ്ട് ഫോം ചെയ്യും. ഓക്കെ, ഈ കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേരും പറഞ്ഞിരുന്നു, ഡൈ സോഡിയം എത്തിനൈഡ് എന്നാണ് വിളിക്കുക. ഓക്കെ, ഡൈസോഡിയം എത്തിനൈഡ്. അപ്പോൾ സോഡിയത്തിന് എത്തിനൈഡ് ഫോം ചെയ്യാൻ പറ്റുന്ന പോലെ ലിഥിയം അവരുടെ എത്തിനൈഡ് ഫോം ചെയ്യുന്നില്ല. ലിഥിയത്തിന് എത്തിനൈഡ് ഫോം ചെയ്യാനായിട്ട് സാധിക്കില്ല. ലിഥിയം അവരുടെ എത്തിനൈഡ് ഫോം ചെയ്യുന്നില്ല. സോഡിയം എത്തിനൈഡ് ഫോം ചെയ്യുന്ന പോലെ ഇവർ ഏതുമായിട്ട് ഈഥൈനുമായിട്ട് റിയാക്ട് ചെയ്ത് അവരുടെ എത്തിനൈഡുകൾ ഫോം ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇതാണ് ലിഥിയത്തിൻ്റെ അടുത്തൊരു പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത്. ദെൻ ലിഥിയത്തിൻ്റെ അടുത്ത പ്രോപ്പർട്ടി നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ലിഥിയം നൈട്രേറ്റ് LiNO3. ഓക്കെ, LiNO3 ഡീകമ്പോസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ്. 4LiNO3 ഗീവ്സ് 2Li2O ലിഥിയം ഓക്സൈഡ് ഫോം ചെയ്യും, പ്ലസ് 4NO2 പ്ലസ് O2 എന്ന് വരും. അതായത് ലിഥിയം ഓക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും ഓക്സിജനായിരിക്കും ഫോം ചെയ്യുക. അപ്പോൾ ലിഥിയം നൈട്രേറ്റ് തെർമൽ ഡീകമ്പോസിഷൻ നടന്നിട്ട് അവിടെ, അല്ലെങ്കിൽ ലിഥിയം നൈട്രേറ്റിൻ്റെ ഡീകമ്പോസിഷൻ നടന്നിട്ട് അവിടെ എന്ത് ഫോം ചെയ്യും? ലിഥിയത്തിൻ്റെ ഓക്സൈഡ് ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ലിഥിയം നൈട്രേറ്റ് ഫോം ചെയ്യുന്നത് ലിഥിയം ഓക്സൈഡ് ആണ്. എന്നാൽ സോഡിയം നൈട്രേറ്റ് എടുത്ത് നോക്കാമെന്ന് വിചാരിക്കുക. മറ്റൊരു ആൽക്കലി മെറ്റൽ നൈട്രേറ്റ് ആയിട്ടുള്ള സോഡിയം നൈട്രേറ്റ് എടുത്തു. ഈ സോഡിയം നൈട്രേറ്റിന് ഡീകമ്പോസിഷൻ നടക്കുകയാണെങ്കിൽ അവിടെ ഫോം ചെയ്യുന്നത് 2NaNO2 സോഡിയം നൈട്രൈറ്റ് ആയിരിക്കും വരുന്നത്. ഓക്കെ, സോഡിയം നൈട്രൈറ്റ്. ഓക്കെ, ഇവിടെ ഫോം ചെയ്തത് ഓക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും ഓക്സിജൻ ആയിരുന്നു. എന്നാൽ ഇവിടെ ഇവന് ഡീകമ്പോസിഷൻ നടക്കുകയാണെങ്കിൽ അവിടെ ഫോം ചെയ്യുന്നത് നൈട്രൈറ്റ് പ്ലസ് ഓക്സിജൻ എന്നായിരിക്കും. ഓക്കെ, നൈട്രൈറ്റ് പ്ലസ് ഓക്സിജൻ ആയിരിക്കും. ഇതാണ് ഇവൻ്റെ 7ാമത്തെ പ്രത്യേകത വരുന്നത്. അതായത് നമ്മുടെ ആൽക്കലി മെറ്റൽസിൽ നിന്ന് വിട്ടുകൊണ്ട് ഡിഫറൻസ് കാണിക്കുന്ന പോയിന്റുകളിലത്തെ 7ാമത്തെ പോയിന്റ് ഇതായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് 8ാമത്തെ പോയിന്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നോക്കൂ, ലിഥിയം ഫ്ലൂറൈഡ്. ലിഥിയം ഫോം ചെയ്യുന്ന ഫ്ലൂറൈഡാണ് ലിഥിയം ഫ്ലൂറൈഡ്. ദെൻ ലിഥിയത്തിൻ്റെ ഓക്സൈഡ് ആയിട്ടുള്ള ലിഥിയം മോണോക്സൈഡ്. ഈ ലിഥിയം ഫ്ലൂറൈഡ്, ലിഥിയം മോണോക്സൈഡ് Li2O പോലെയുള്ളതൊക്കെ തന്നെ വാട്ടറിൽ ലെസ് സോലുബിൾ ആയിരിക്കും. ഇവർ വാട്ടറിൽ ലെസ് സോലുബിൾ ആയിരിക്കും. ലിഥിയത്തിൻ്റെ കോമ്പൗണ്ട്സ് ഒക്കെ തന്നെ പൊതുവെ വാട്ടറിൽ സോലുബിലിറ്റി കുറവായിരിക്കും. വാട്ടറിൽ സോലുബിലിറ്റി കുറവാവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ കോവാലൻ്റ് ക്യാരക്ടർ കൂടുതലായിരിക്കും ബിക്കോസ് ഓഫ് ഗ്രേറ്റർ പോളറൈസേഷൻ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു പോളറൈസേഷൻ കൂടുതലാണെന്ന്. പോളറൈസേഷൻ കൂടുതലായതുകൊണ്ട് ഇവർ വാട്ടറിൽ ലെസ് സോലുബിൾ ആയിരിക്കും, ലെസ് സോലുബിൾ ഇൻ വാട്ടർ. പക്ഷേ ഓർഗാനിക് സോൾവൻസിൽ സോലുബിൾ ആവാനുള്ള ടെൻഡൻസി ഇവരുടെ കൂടുതലായിരിക്കും. കാരണം ഒരു പോളാറായിട്ടുള്ള സബ്സ്റ്റൻസ്, നിങ്ങൾക്കറിയാം, ഒരു പോളാറായിട്ടുള്ള സബ്സ്റ്റൻസ് പോളാറിലും അതേപോലെ തന്നെ നോൺ പോളാറായിട്ടുള്ള സബ്സ്റ്റൻസ് നോൺ പോളാറിലുമാണ് ഡിസോൾവ് ചെയ്യുക. ഓക്കെ, നോൺ പോളാർ ആയിട്ടുള്ള സബ്സ്റ്റൻസ് നോൺ പോളാറിലും പോളാർ ആയിട്ടുള്ളത് പോളാറിലുമാണ് ഡിസോൾവ് ചെയ്യുന്നത്. അപ്പോൾ ലിഥിയത്തിൻ്റെ കോമ്പൗണ്ടുകൾക്ക് ഒരു കോവാലൻ്റ് നേച്ചർ ഉണ്ട് എന്ന് പറയുമ്പോൾ അവർ നോൺ പോളാർ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ അവർക്ക് എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്ത് സംഭവിക്കും? അവർക്ക് ഓർഗാനിക് സോൾവൻസിൽ സോലുബിൾ ആവാനുള്ള ടെൻഡൻസി ആയിരിക്കും കൂടുതലായിട്ട് വരിക. ഓർഗാനിക് സോൾവൻസിൽ സോലുബിൾ ആവാനുള്ള ഒരു ടെൻഡൻസി കൂടുതലായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഇവിടെ പ്രധാനമായിട്ടും നമ്മളിവിടെ നോക്കിയത് എത്ര പോയിന്റുകളാണ്?
നമ്മളൊരു 8 പോയിന്റുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഓരോ പോയിന്റുകളായിട്ട് ഒന്നുകൂടി നോക്കുക, ഒരു പ്രാവശ്യം കൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇതിൽ ഏറ്റവും ആദ്യം പറഞ്ഞ പോയിന്റ് ലിഥിയം ഹാർഡർ ആണ്. ബാക്കിയുള്ള എലമെന്റുകളൊക്കെ തന്നെ വെച്ച് നോക്കുമ്പോൾ ലിഥിയം ഹാർഡർ ആയിരിക്കും. മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും കൂടുതലാണ്. ദെൻ ലീസ്റ്റ് റിയാക്റ്റീവ് ആണ്. സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റുകളാണ്. കമ്പഷൻ നടക്കുന്ന സമയത്ത് മോണോക്സൈഡുകളും നൈട്രൈഡുകളും ഫോം ചെയ്യുന്നു. ദെൻ ലിഥിയം ക്ലോറൈഡ് ഡെലിക്വസൻ്റ് ആയിട്ടുള്ള സബ്സ്റ്റാൻസ് ആണ്. ബാക്കിയുള്ള ക്ലോറൈഡുകൾക്കൊന്നും, സോഡിയം ക്ലോറൈഡോ പൊട്ടാസ്യം ക്ലോറൈഡോ ഒന്നും തന്നെ വാട്ടറിനെ ഹൈഡ്രേറ്റ് ചെയ്യാൻ കഴിവില്ല. അപ്പോൾ അതുകൊണ്ട് അവരൊന്നും ഡെലിക്വസൻ്റ് അല്ല. ദെൻ ലിഥിയം ബൈകാർബണേറ്റ് മാത്രമാണ് സോളിഡ് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള ബൈകാർബണേറ്റുകളൊക്കെ, ലിഥിയം ബൈകാർബണേറ്റ് സോളിഡ് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ബാക്കിയുള്ള ബൈകാർബണേറ്റുകൾക്കൊക്കെ തന്നെ ഏത് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്? സോളിഡ് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ ലിഥിയത്തിന് എത്തിനൈഡ് ഫോം ചെയ്യാനായിട്ട് സാധിക്കില്ല, സോഡിയം ഫോം ചെയ്യുന്ന പോലെ. ദെൻ അത് കഴിഞ്ഞാൽ പിന്നെ ലിഥിയം നൈട്രേറ്റ് സോഡിയം നൈട്രേറ്റും കമ്പയർ ചെയ്യുമ്പോൾ ലിഥിയം നൈട്രേറ്റ് ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ലിഥിയം ഓക്സൈഡ് ഫോം ചെയ്യുന്നു. ദെൻ NO2 ഫോം ചെയ്യുന്നു. അതേപോലെ തന്നെ സോഡിയം നൈട്രേറ്റ് ഡീകമ്പോസ് ചെയ്താൽ അവിടെ ഫോം ചെയ്യുന്നത് NaNO2 നൈട്രൈറ്റ് ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ലിഥിയം ഫ്ലൂറൈഡ് ലിഥിയം ഓക്സൈഡ് പോലെയുള്ളതൊക്കെ തന്നെ വാട്ടറിൽ ലെസ് സോലുബിൾ ആയിരിക്കും, കാരണം അവർക്ക് ഒരു കോവാലന്റ് നേച്ചർ ഉള്ളതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ലിഥിയത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും അടുത്ത പോയിന്റിലേക്ക് പോവാണ്, ഡയഗണൽ റിലേഷൻഷിപ്പ്. ഓക്കെ, ഇന്നത്തെ അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ വരികയാണ്, ഡയഗണൽ റിലേഷൻഷിപ്പ്. നോക്കൂ, നിങ്ങൾ ഡയഗണൽ റിലേഷൻഷിപ്പ് എന്താണെന്ന് നിങ്ങൾ നമ്മുടെ 3rd ചാപ്റ്ററിൽ പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതായത് സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആയിട്ടുള്ള ലിഥിയം, ബെറിലിയം, ബോറോൺ പോലെയുള്ള എലമെൻറ്റുകൾ. ഓക്കെ, 3rd പീരീഡ് എലമെൻറ്റ്സ് അല്ലേ, സെക്കൻഡ് പീരീഡ് എലമെൻറ്റ്സ്, 3rd പീരീഡ് എലമെൻറ്റ്സ് ആയിട്ടുള്ള ഇവിടെ സോഡിയം, മെഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ. ഓക്കെ, ഈ എലമെൻറ്റുകളോട് ഒരു സിമിലാരിറ്റി കാണിക്കുന്നു. അതായത് ലിഥിയം മെഗ്നീഷ്യത്തിനോട് ഒരു സിമിലാരിറ്റി കാണിക്കുന്നു, ബെർലിയം അലുമിനിയത്തിനോട് ഒരു സിമിലാരിറ്റി കാണിക്കുന്നു, ബോറോൺ സിലിക്കണോട് ഒരു സിമിലാരിറ്റി കാണിക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ സിമിലാരിറ്റി കാണിക്കുന്നത് എന്നും ഏതൊക്കെ കാര്യങ്ങളിലാണ് സിമിലാരിറ്റി കാണിക്കുന്നത് എന്നുമാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഇതോടത്തെ ഫസ്റ്റ് കേസ് കൺസിഡർ ചെയ്യുന്നു, ലിഥിയം മെഗ്നീഷ്യം. ഓക്കെ, അപ്പോൾ ആൽക്കലി മെറ്റൽ ആയിട്ടുള്ള ലിഥിയം ആൽക്കലൈൻ എർത്ത് മെറ്റൽ ആയിട്ടുള്ള മെഗ്നീഷ്യത്തിനോട് സിമിലാരിറ്റി കാണിക്കുമ്പോൾ ആൽക്കലൈൻ എർത്ത് മെറ്റൽ ആയിട്ടുള്ള ബെർലിയം 13th ഗ്രൂപ്പ് എലമെന്റ്, അതായത് ബോറോൺ ഫാമിലിയിലത്തെ എലമെന്റ് ആയിട്ടുള്ള അലുമിനിയത്തിനോടാണ് സിമിലാരിറ്റി കാണിക്കുന്നത്. സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ 2 ടോപ്പിക്കുകളാണ്, ലിഥിയം ആൻഡ് ബെർലിയം, ഡയഗണൽ റിലേഷൻഷിപ്പ് ഓഫ് ലിഥിയം ആൻഡ് മെഗ്നീഷ്യം, ലിഥിയം ആൻഡ് മെഗ്നീഷ്യം, ദെൻ ബെർലിയം ആൻഡ് അലുമിനിയം. ഇതിലത്തെ ഏറ്റവും ആദ്യത്തെ ഫസ്റ്റ് വണ്ണിലേക്ക് നമുക്ക് വരാം. ഇതിലാദ്യമായിട്ട് പറയുന്നത് ഇവിടെ ആരൊക്കെ തമ്മിലുള്ളതാ? ലിഥിയം ആൻഡ് മെഗ്നീഷ്യം. ഈ 2 കേസാണ് പറയുന്നത്, ലിഥിയവും മെഗ്നീഷ്യം തമ്മിലുള്ള കേസാണ് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ ആദ്യം ലിഥിയത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും ആറ്റോമിക് റേഡിയസ് നിങ്ങൾ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ആറ്റോമിക് റേഡിയസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ലിഥിയത്തിൻ്റെ ആറ്റോമിക് റേഡിയസ് വരുന്നത് 152 പൈക്കോമീറ്റർ എന്നും മെഗ്നീഷ്യത്തിൻ്റെ ആറ്റോമിക് റേഡിയസ് വരുന്നത് 160 പൈക്കോമീറ്റർ എന്നുമാണ് വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇവരുടെ അയോണിക് റേഡിയസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഓക്കെ, അയോണിക് റേഡിയസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ലിഥിയത്തിൻ്റെ, അതായത് Li+ അയോണുകളുടെ അയോണിക് റേഡിയസ് വരുന്നത് 76 പൈക്കോമീറ്ററും, അതേപോലെ തന്നെ മെഗ്നീഷ്യത്തിൻ്റെ Mg2+ൻ്റെ നോക്കുമ്പോൾ 72 പൈക്കോമീറ്റർ എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ ആറ്റോമിക് റേഡിയസുകൾ തമ്മിൽ വലിയ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഇല്ല ശരിക്കും പറയുമ്പോൾ. പക്ഷേ നിങ്ങൾ കാര്യം ആലോചിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിഥിയം എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡ് പീരീഡിലത്തെ എലമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ 2 ഷെല്ലുകളെ ഉണ്ടാവുള്ളൂ. മെഗ്നീഷ്യം എന്ന് പറയുമ്പോൾ ഇവൻ ഒരു 3rd പീരീഡ് എലമെൻ്റ് ആണ്. അപ്പോൾ ഇതിൽ 3 ഷെല്ലുകളുണ്ട്. അപ്പോൾ ഒരു ഷെല്ലുകളുടെ എണ്ണം കൂടിയിട്ട് പോലും ഇവർ തമ്മിൽ ആറ്റോമിക് റേഡിയസിൽ വലിയ വ്യത്യാസം വന്നിട്ടില്ല. 8 പൈക്കോമീറ്ററിൻ്റെ ഡിഫറൻസ് മാത്രമാണ് ആകെ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ അയോണിക് റേഡിയസ് നോക്കുമ്പോഴും ഇവിടെ ആകെ 4 പൈക്കോമീറ്ററിൻ്റെ ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്. സോ ആറ്റോമിക് റേഡിയസും അയോണിക് റേഡിയസും തമ്മിൽ വലിയ കാര്യമായിട്ടുള്ള ഒരു ഡിഫറൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് വെച്ചിട്ടാണ് ഇവർ ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നത്. ഓക്കെ, അതായത് ആറ്റോമിക് റേഡിയസും അയോണിക് റേഡിയസും ഓൾമോസ്റ്റ് ഒരേപോലെ ആയതുകൊണ്ടാണ് ഇവർക്ക് പല പ്രോപ്പർട്ടീസിലും സിമിലാരിറ്റി കാണിക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി ആ പല പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം.
നോക്കാൻ പോകുന്നത്. അതായത് ഏതൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ലിഥിയം മെഗ്നീഷ്യവുമായിട്ടും അതേപോലെ ബെർലിയം അലുമിനിയവുമായിട്ട് ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഇതിലത്തെ നമുക്ക് ഫസ്റ്റത്തെ കേസ് എടുക്കാം, ലിഥിയം മെഗ്നീഷ്യം. ലിഥിയവും മെഗ്നീഷ്യവും തമ്മിലുള്ള ഡയഗണൽ റിലേഷൻഷിപ്പ്. ഓക്കെ, നോക്കിക്കോളൂ, ലിഥിയവും മെഗ്നീഷ്യവും തമ്മിൽ എങ്ങനെയാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുക. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മൾ 2 എലമെൻറ്റ് ലിഥിയം കൺസിഡർ ചെയ്യുന്നു, മെഗ്നീഷ്യം കൺസിഡർ ചെയ്യുന്നു. ഇവരുടെ 2 പേരുടെയും ഒന്നാമത്തെ പ്രത്യേകത 2 പേരും ഹാർഡറാണ്. ഓക്കെ, തൊട്ട് മുമ്പ് ലിഥിയത്തിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഹാർഡറാണെന്ന്. അതേപോലെ തന്നെ ഇവർ 2 പേരും ഇവിടെ ലിഥിയവും മെഗ്നീഷ്യവും 2 ആൾക്കാരും ഹാർഡറായിട്ടുള്ള എലമെൻറ്റ്സ് ആണ്. ദെൻ സെക്കൻഡ് പോയിന്റ് നോക്കുന്ന സമയത്ത് ഈ ലിഥിയം വാട്ടറുമായിട്ട് ലീസ്റ്റ് റിയാക്റ്റീവ് ആണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ മെഗ്നീഷ്യവും വാട്ടറുമായിട്ട് ലീസ്റ്റ് റിയാക്റ്റീവ് ആണ്. ഓക്കെ, ഇവർ 2 പേരും തന്നെ ലീസ്റ്റ് റിയാക്റ്റീവ് വിത്ത് വാട്ടർ. ഓക്കെ, വാട്ടറുമായിട്ടുള്ള റിയാക്ടിവിറ്റി ഇവർക്ക് കുറവായിരിക്കും. 2 പേരും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് കുറവായിരിക്കും. ഇനി 2 പേരുടെയും ഓക്സൈഡുകളും ഹൈഡ്രോക്സൈഡും നോക്കാമെന്ന് വിചാരിക്കുക. ലിഥിയത്തിൻ്റെ ഓക്സൈഡ് Li2O, മെഗ്നീഷ്യത്തിൻ്റെ ഓക്സൈഡ് MgO, ലിഥിയത്തിൻ്റെ ഹൈഡ്രോക്സൈഡ് LiOH, മെഗ്നീഷ്യത്തിൻ്റെ ഹൈഡ്രോക്സൈഡ് MgOH ട്വൈസ്. അപ്പോൾ ഇവരുടെ ഓക്സൈഡുകളും ഹൈഡ്രോക്സൈഡുകളും കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇവർ രണ്ടും തന്നെ ലെസ് സോലുബിൾ ആയിരിക്കും, വാട്ടറിൽ ലെസ് സോലുബിൾ ആയിട്ടുള്ള ആളുകളാണ്. ഓക്കെ, വാട്ടറിലത്തെ ഇവരുടെ സോലുബിലിറ്റി കുറവാണ്. അപ്പോൾ ഓരോ പ്രോപ്പർട്ടീസ്, ഒന്നാമത് ഹാർഡറാണ്, 2 പേരും ഹാർഡറാണ്, വാട്ടറുമായിട്ട് ലീസ്റ്റ് റിയാക്റ്റീവ് ആണ്. അതേപോലെ തന്നെ ഇവരുടെ സോലുബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 പേരുടെയും വാട്ടറിലുള്ള സോലുബിലിറ്റി കുറവാണ്. ഓക്കെ, ഇനി നമ്മൾ ഇവരുടെ ഈ ഹൈഡ്രോക്സൈഡുകൾ ഉണ്ടല്ലോ, ഈ ഹൈഡ്രോക്സൈഡുകളുടെ പ്രത്യേകത ഇവർ ഡീകമ്പോസ് ചെയ്യുകയാണെങ്കിൽ, ഹൈഡ്രോക്സൈഡുകൾ ഡീകമ്പോസ് ചെയ്യുകയാണെങ്കിൽ അവർ എങ്ങനെയായിരിക്കും എന്നൊന്ന് നമുക്ക് നോക്കി നോക്കാം. ലിഥിയം ഹൈഡ്രോക്സൈഡ് അതേപോലെ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഇവർ 2 പേരും ഒന്ന് ഡീകമ്പോസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ലിഥിയം ഹൈഡ്രോക്സൈഡ് ഡീകമ്പോസ് ചെയ്താൽ അവിടെ ഇക്വേഷൻ ഇങ്ങനെയായിരിക്കും വരിക, 2LiOH ഗീവ്സ് Li2O പ്ലസ് H2O എന്നായിരിക്കും വരിക. ദെൻ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഡീകമ്പോസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഫോം ചെയ്യുന്നത് MgO പ്ലസ് H2O എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ 2 റിയാക്ഷനുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഹൈഡ്രോക്സൈഡുകൾ ഡീകമ്പോസ് ചെയ്യുന്ന സമയത്ത് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഓക്സൈഡുകളാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ 2 പേർക്കും ഒരേ ട്രെൻഡ് തന്നെയല്ലേ വരുന്നത്, ഹൈഡ്രോക്സൈഡ് ഡീകമ്പോസ് ചെയ്തിട്ട് 2 പേരും ഓക്സൈഡുകളല്ലേ ഫോം ചെയ്യുന്നത്. പിന്നെ അടുത്ത പോയിന്റ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞത് ലിഥിയം നൈട്രൈഡ് ഫോം ചെയ്യുന്നു. അതേപോലെ മെഗ്നീഷ്യത്തിനും എന്ത് ഫോം ചെയ്യാൻ കഴിവുണ്ട്, മെഗ്നീഷ്യം നൈട്രൈഡ് Mg3N2 സ്റ്റേബിൾ ആയിട്ടുള്ള നൈട്രൈഡുകൾ ഫോം ചെയ്യും. നമ്മൾ ലിഥിയത്തിൻ്റെ കേസ് പറഞ്ഞപ്പോൾ മറ്റുള്ള ആൽക്കലി മെറ്റലുകൾ ഫോം ചെയ്യുന്ന നൈട്രൈഡ്, അതായത് സോഡിയം ഫോം ചെയ്യുന്ന നൈട്രൈഡ് Na3N നോക്കുകയാണെന്ന് വിചാരിക്കുക, ഇതൊട്ടും തന്നെ സ്റ്റേബിൾ ആയിരിക്കില്ല. ഓക്കെ, സോഡിയം ഫോം ചെയ്യുന്ന നൈട്രൈഡ് ഒട്ടും തന്നെ സ്റ്റേബിൾ ആയിരിക്കില്ല. ലിഥിയത്തിൻ്റെ നൈട്രൈഡ് സ്റ്റേബിൾ ആയിരിക്കും. അതേപോലെ തന്നെ ആൽക്കലൈൻ എർത്ത് മെറ്റലായിട്ടുള്ള മെഗ്നീഷ്യത്തിൻ്റെ നൈട്രൈഡും സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 4 പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത പോയിന്റിലേക്ക് വരാം. അടുത്തായിട്ട് 5ാമത്തെ പോയിന്റ്. ഓക്കെ, 5ാമത്തെ പോയിന്റിൽ പറയുന്നത് ഈ ലിഥിയം ക്ലോറൈഡും മെഗ്നീഷ്യം ക്ലോറൈഡും 2 പേരും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ 2 പേരും ഡെലിക്വസൻ്റ് ആയിട്ടുള്ള സബ്സ്റ്റാൻസുകളാണ്. ഓക്കെ, 2 പേരും തന്നെ ഡെലിക്വസൻ്റ് ആയിട്ടുള്ള സബ്സ്റ്റാൻസാണ്. അതായത് ലിഥിയം ക്ലോറൈഡിനെ എനിക്ക് LiCl.2H2O എന്ന് എഴുതാം. അതുപോലെ മെഗ്നീഷ്യം ക്ലോറൈഡിനെ നിങ്ങൾ എഴുതുകയാണെങ്കിൽ MgCl2.6H2O എന്നായിരിക്കും എഴുതുന്നത്. ഓക്കെ, MgCl2.6H2O. ഓക്കെ, അപ്പോൾ 2 പേരും ഡെലിക്വസൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. ഡെലിക്വസൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞിരുന്നു, ഡെലിക്വസൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, വാട്ടറിനെ എബ്സോർബ് ചെയ്ത് ഹൈഡ്രേറ്റഡ് ആക്കി നിർത്താൻ ടെൻഡൻസി ഉള്ള ആൾക്കാർ. ഇവിടെ ലിഥിയം ക്ലോറൈഡിനും മെഗ്നീഷ്യം ക്ലോറൈഡിനും ആ ടെൻഡൻസി ഉണ്ട്. ലിഥിയം ക്ലോറൈഡ് ഒരു ഡൈഹൈഡ്രേറ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. ലിഥിയം ക്ലോറൈഡ് ഒരു ഡൈഹൈഡ്രേറ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഹെക്സാ ഹൈഡ്രേറ്റ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഹെക്സാ ഹൈഡ്രേറ്റ്, അതായത് 6 വാട്ടർ മോളിക്യൂൾസ് ആണ് ഇതിലേക്ക് ഹൈഡ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. 6ാമത്തെ പോയിന്റ്, ഈ ലിഥിയത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും ക്ലോറൈഡുകൾ, അതായത് LiCl-ഉം ദെൻ MgCl2 ഇവരുടെ 2 പേരുടെയും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പോളറൈസേഷൻ കൂടുതലായിരിക്കും, കോവാലൻ്റ് ക്യാരക്ടർ കൂടുതലായിരിക്കും. എന്തുകൊണ്ടാണ് പോളറൈസേഷൻ കൂടുതൽ, കോവാലൻ്റ് ക്യാരക്ടർ കൂടുതൽ എന്നുള്ള ഡീറ്റെയിൽസിലേക്കൊന്നും ഇന്നത്തെ ക്ലാസ്സിൽ ഇനി കിടക്കുന്നില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഈ Li+ അയോണുകൾ സ്മോൾ സൈസുള്ള ആളുകളാണ്, കാറ്റയോണുകളുടെ സൈസ് സ്മോൾ ആണ്. കാറ്റയോണിൻ്റെ സൈസ് സ്മോൾ ആയതുകൊണ്ട് ഇതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പോളറൈസേഷൻ കൂടുതലായിരിക്കും.
പോളറൈസേഷൻ വളരെ കൂടുതലായിരിക്കും. പോളറൈസേഷൻ കൂടുതലാണ് എന്ന് പറയുമ്പോൾ അവരുടെ കോവാലൻ്റ് ക്യാരക്ടർ കൂടുതലായിരിക്കും. പോളറൈസേഷൻ കൂടുതലാണെങ്കിൽ കോവാലൻ്റ് ക്യാരക്ടർ കൂടുതലായിരിക്കും. കോവാലൻ്റ് ക്യാരക്ടർ കൂടുതലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇവർ വാട്ടറിൽ ലെസ് സോലുബിൾ ആണ്, എന്നാൽ എത്തനോളിൽ സോലുബിൾ ആയിരിക്കും. എത്തനോൾ എന്ന് പറയുമ്പോൾ ഒരു ഓർഗാനിക് സോൾവെൻ്റ് അല്ലേ? അപ്പോൾ ഓർഗാനിക് സോൾവെൻ്റ് ആയിട്ടുള്ള എത്തനോളിൽ ഇവർ വളരെ എളുപ്പത്തിൽ സോലുബിൾ ആവുന്നു. ഓക്കെ, എത്തനോളിൽ വളരെ എളുപ്പത്തിൽ സോലുബിൾ ആവുന്നു. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരുടെ ബൈകാർബണേറ്റുകൾ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതാണ് ലിഥിയം ബൈകാർബണേറ്റ്. ലിഥിയം ബൈകാർബണേറ്റ് LiHCO3. ഓക്കെ, LiHCO3 ഫോം ചെയ്യുന്നു. അതേപോലെ മെഗ്നീഷ്യം ബൈകാർബണേറ്റ്. ഓക്കെ, ഇങ്ങനെ രണ്ട് ബൈകാർബണേറ്റുകളും ഇവർ രണ്ടുപേരും തന്നെ സോളിഡ് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കുറവാണ്. ഓക്കെ, നമ്മൾ 7ാമത്തെ പോയിന്റ് പറയുന്നു, 7th പോയിന്റ്. അതായത് ലിഥിയം ബൈകാർബണേറ്റ് ദെൻ മെഗ്നീഷ്യം ബൈകാർബണേറ്റ്, ഈ രണ്ട് ബൈകാർബണേറ്റുകൾക്കും സോളിഡ് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കുറവായിരിക്കും. ലിഥിയം ബൈകാർബണേറ്റ് ആയിക്കോട്ടെ സോഡിയം ബൈകാർബണേറ്റ് ആയിക്കോട്ടെ രണ്ടും തന്നെ സോളിഡ് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കുറവായിരിക്കും. ദെൻ ഇവരുടെ കാർബണേറ്റുകൾ നോക്കുകയാണെങ്കിൽ ലിഥിയം കാർബണേറ്റ് Li2CO3, മെഗ്നീഷ്യം കാർബണേറ്റ് MgCO3. ഇവരെ രണ്ട് പേരെയും നമ്മൾ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവർ ഡീകമ്പോസ് ചെയ്തിട്ട് ഇവരുടെ ഓക്സൈഡുകൾ ഫോം ചെയ്യും. Li2O+CO2. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. ലിഥിയം കാർബണേറ്റ് ലിഥിയം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡായിട്ട് മാറുന്നു. കാരണം ലിഥിയം ഇവിടെ കാർബണേറ്റിനെ CO3 Li+ അയോണുകൾ CO3 അയോണുകളെ പോളറൈസ് ചെയ്യിപ്പിക്കുന്നു എന്നുള്ള കണ്ടീഷൻ നമ്മൾ പഠിച്ചിരുന്നു. ഇവിടെ ലിഥിയം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്ത് Li2O+CO2 എന്നാവുന്ന പോലെ MgCO3 ഡീകമ്പോസ് ചെയ്ത് അവിടെ മെഗ്നീഷ്യം ഓക്സൈഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് എന്നായിട്ട് മാറുന്നു. ഓക്കെ, മെഗ്നീഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡായിട്ട് മാറുന്നു. ഇനി ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഒരു പോയിന്റും കൂടി പറയുകയാണ് നമ്മൾ. അതായത് ഈ ലിഥിയം ഓക്സൈഡ് Li2O, മെഗ്നീഷ്യം ഓക്സൈഡ് MgO, ഇത് രണ്ടും തന്നെ മോണോക്സൈഡുകളാണ്. ഓക്കെ, ഇത് രണ്ടും മോണോക്സൈഡുകളാണ്. ഈ മോണോക്സൈഡുകൾ വീണ്ടും ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് അവിടെ സൂപ്പർ ഓക്സൈഡുകൾ ഫോം ചെയ്യുന്നില്ല. ഓക്കെ, സൂപ്പർ ഓക്സൈഡുകൾ ഫോം ചെയ്യുന്നില്ല. അതായത് ലിഥിയം വളരെ സ്മോൾ സൈസ് ഉള്ളതാണ്, മെഗ്നീഷ്യം സ്മോൾ സൈസ് ഉള്ളതാണ്. ഇവർക്ക് മോണോക്സൈഡുകൾ ഫോം ചെയ്യുന്ന പോലെ ഏത് ഫോം ചെയ്യാനായിട്ട് സാധിക്കില്ല? സൂപ്പർ ഓക്സൈഡുകൾ ഫോം ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, മോണോക്സൈഡ് ഫോം ചെയ്യുന്ന പോലെ Li2Oയും MgOയും മോണോക്സൈഡ് ഫോം ചെയ്തു. ഓക്കെ, ലിഥിയം മോണോക്സൈഡ് മെഗ്നീഷ്യം മോണോക്സൈഡ്. അതേപോലെ തന്നെ സൂപ്പർ ഓക്സൈഡുകൾ ഇവർക്ക് ഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ പൊതുവായിട്ടുള്ള ഒരു ഡയഗണൽ റിലേഷൻഷിപ്പ് വരുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിയത് മുഴുവൻ ആരുടെ ഡയഗണൽ റിലേഷൻഷിപ്പ് ആയിരുന്നു? നമ്മുടെ ലിഥിയത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും ഡയഗണൽ റിലേഷൻഷിപ്പാണ് നോക്കിയത്. ഒരിക്കൽ കൂടി ആ പോയിന്റുകളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇതിൽ നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ പോയിന്റ്, ഏറ്റവും ആദ്യം പോയിന്റ് പറഞ്ഞത് ലിഥിയവും മെഗ്നീഷ്യവും രണ്ടുപേരും ഹാർഡർ ആയിട്ടുള്ള ആളുകളാണ്. ദെൻ സെക്കൻഡ് പോയിന്റ് പറഞ്ഞത് ലിഥിയം ആൻഡ് മെഗ്നീഷ്യം ലീസ്റ്റ് റിയാക്റ്റീവ് വിത്ത് വാട്ടർ, രണ്ടുപേരും വാട്ടറുമായിട്ട് റിയാക്ടിവിറ്റി ഭയങ്കര കുറവായിരിക്കും. നമുക്കറിയാം ലിഥിയത്തിന് താഴെ വരുന്ന സോഡിയം പൊട്ടാസ്യം ഒക്കെ വളരെ റിയാക്ടിവിറ്റി കൂടിയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ ഇവിടെ ലിഥിയം മെഗ്നീഷ്യം രണ്ടുപേരും വാട്ടറുമായിട്ട് റിയാക്ടിവിറ്റി കുറവായിരിക്കും. ഓക്കെ, ദെൻ അടുത്തത് ലിഥിയത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും രണ്ട് പേരുടെയും ഹൈഡ്രോക്സൈഡുകൾ LiOH, മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് MgOH2. ഇവർ രണ്ടുപേരും തന്നെ വാട്ടറിൽ ലെസ് സോലുബിൾ ആയിരിക്കും. പിന്നെ അതേപോലെ അവരുടെ അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ ഡീകമ്പോസ് ചെയ്യുകയാണെങ്കിൽ ലിഥിയം ഹൈഡ്രോക്സൈഡ് ഡീകമ്പോസ് ചെയ്താൽ മോണോക്സൈഡും വാട്ടറും ഫോം ചെയ്യും. അതേപോലെ തന്നെ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഡീകമ്പോസ് ചെയ്താൽ അവരുടെ മോണോക്സൈഡും വാട്ടറും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഓക്കെ, ഇതിന് ഇവിടെ നോക്കുകയാണെങ്കിൽ La3N-ഉം Mg3N2 ഫോം ചെയ്യുന്നു. അതായത് ലിഥിയത്തിൻ്റെ നൈട്രൈഡും മെഗ്നീഷ്യത്തിൻ്റെ നൈട്രൈഡും ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. സോഡിയത്തിൻ്റെ നൈട്രൈഡ് ആയിട്ടുള്ള Na3N എന്ന് പറയുന്ന കോമ്പൗണ്ട് ഞാൻ പറഞ്ഞു അത് സ്റ്റേബിൾ അല്ല. ലിഥിയത്തിൻ്റെ നൈട്രൈഡ് സ്റ്റേബിളാണ്, മെഗ്നീഷ്യത്തിൻ്റെ നൈട്രൈഡ് സ്റ്റേബിളാണ്. അപ്പോൾ അവർക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള നൈട്രൈഡുകൾ ഫോം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ദെൻ ലിഥിയം ക്ലോറൈഡും മെഗ്നീഷ്യം ക്ലോറൈഡും ഡെലിക്വസൻ്റ് ആണ്. എന്താ ഡെലിക്വസൻ്റ് എന്ന് പറഞ്ഞാൽ വാട്ടറിനെ അബ്സോർബ് ചെയ്യാനുള്ള ടെൻഡൻസി. അപ്പോൾ അവർ നന്നായിട്ട് വാട്ടറിനെ അബ്സോർബ് ചെയ്ത് നിർത്തുന്നു, അതായത് അബ്സോർബ് ചെയ്ത് ഹൈഡ്രേറ്റഡ് ഫോമിൽ നിർത്തുന്നു. ലിഥിയം ക്ലോറൈഡ് വാട്ടറിനെ അബ്സോർബ് ചെയ്തിട്ട് LiCl.2H2O. അതേപോലെ മെഗ്നീഷ്യം ക്ലോറൈഡ് വാട്ടറിനെ അബ്സോർബ് ചെയ്തിട്ട് MgCl2.6H2O എന്ന് എക്സിസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ അതേപോലെ തന്നെ അടുത്തായിട്ട് നോക്കുക, ലിഥിയം ക്ലോറൈഡ് മെഗ്നീഷ്യം ക്ലോറൈഡിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ലിഥിയത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെ ഒക്കെ സൈസ് കുറവായതുകൊണ്ട് അവർക്ക് ഗ്രേറ്റർ എക്സ്റ്റെൻറ്റിൽ പോളറൈസേഷൻ സംഭവിക്കുന്നു. പോളറൈസേഷൻ കൂടുമ്പോൾ അവരുടെ കോവാലൻ്റ് ക്യാരക്ടർ കൂടുതലായിരിക്കും. കോവാലൻ്റ് ക്യാരക്ടർ കൂടുമ്പോൾ അവർ കൂടുതലും സോലുബിൾ ആവുന്നത് ഓർഗാനിക് സോൾവെൻറ്റുകളായിരിക്കും. ഓർഗാനിക് സോൾവെൻ്റ് ആയിട്ടുള്ള എത്തനോൾ പോലെയുള്ളതിലായിരിക്കും കൂടുതൽ സോലുബിൾ ആവുന്നത്. വാട്ടറിനേക്കാൾ കൂടുതൽ സോലുബിലിറ്റി അവർക്ക് എത്തനോളിലായിരിക്കും.
ദെൻ അത് കഴിഞ്ഞപ്പോൾ ലിഥിയം ബൈകാർബണേറ്റും മെഗ്നീഷ്യം ബൈകാർബണേറ്റും സോളിഡ് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ദെൻ ലിഥിയം കാർബണേറ്റ് തെർമൽ ഡീകമ്പോസിഷൻ നടന്നാൽ അവിടെ ഫോം ചെയ്യുന്നത് ലിഥിയം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും. മെഗ്നീഷ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്താൽ അവിടെ മെഗ്നീഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഫോം ചെയ്യുന്നു. ദെൻ ഫൈനലായിട്ട് ലാസ്റ്റ് നമ്മൾ പോയിന്റ് പറഞ്ഞത് ഇവിടെ ലിഥിയത്തിൻ്റെ മോണോക്സൈഡും മെഗ്നീഷ്യത്തിൻ്റെ മോണോക്സൈഡും എക്സിസ്റ്റ് ചെയ്യുന്ന പോലെ സൂപ്പർ ഓക്സൈഡും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഈ മോണോക്സൈഡ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് പിന്നീട് എന്തായി മാറില്ല, സൂപ്പർ ഓക്സൈഡ് ആയി മാറില്ല. ഓക്കെ, ഇവിടെ നിങ്ങൾ സോഡിയത്തിൻ്റെ കേസ് നോക്കാമെന്ന് വിചാരിക്കുക. ഈ സോഡിയത്തിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ Na2O എന്ന് പറയുന്നത് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് Na2O2 ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, പെറോക്സൈഡുകൾ ഫോം ചെയ്യുന്നുണ്ട്. ചില സാഹചര്യങ്ങളിൽ ഇവർ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഇവരുടെ സൂപ്പർ ഓക്സൈഡും ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ സോഡിയം ഇവിടെ മോണോക്സൈഡും പെറോക്സൈഡും സൂപ്പർ ഓക്സൈഡും ഫോം ചെയ്യുന്ന പോലെ ഓക്കെ, ഈ സൂപ്പർ ഓക്സൈഡിൻ്റെ സ്റ്റെബിലിറ്റി വളരെ കുറവാണ്, എന്നാലും ഫോം ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ ലിഥിയം മോണോക്സൈഡ് ഫോം ചെയ്യുന്ന പോലെ പെറോക്സൈഡ് സൂപ്പർ ഓക്സൈഡ് ഫോം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നില്ല. ഓക്കെ, ലിഥിയത്തിൻ്റെ പെറോക്സൈഡ് പിന്നെയും എക്സിസ്റ്റ് ചെയ്യും, എന്നാലും ഒരിക്കലും സൂപ്പർ ഓക്സൈഡ് ഫോം ചെയ്യുന്നില്ല. ഇതാണ് നമ്മൾ പറഞ്ഞ ലിഥിയത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും ഡയഗണൽ റിലേഷൻഷിപ്പ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത് ഡയഗണൽ റിലേഷൻഷിപ്പ് ഓഫ് ലിഥിയം ആൻഡ് ആരായിരുന്നു, മെഗ്നീഷ്യം. ഓക്കെ, ഇനി അതേപോലെ അടുത്തായിട്ട് പറയാൻ പോകുന്നത് ബെർലിയവും അലുമിനിയവും. ബെർലിയത്തിൻ്റെയും അലുമിനിയത്തിൻ്റെയും ഡയഗണൽ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് വരുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഡയഗണൽ റിലേഷൻഷിപ്പ്. ഓക്കെ, ഡയഗണൽ റിലേഷൻഷിപ്പ് ഓഫ് ആരുടെയൊക്കെയാ, ബെർലിയം ആൻഡ് അലുമിനിയം. ഓക്കെ, ബെർലിയവും അലുമിനിയവും എങ്ങനെയാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നത്? ഇതിലത്തെ ഒന്നാമത്തെ പോയിന്റ്, ഈ ബെർലിയം ആയിക്കോട്ടെ അലുമിനിയം ആയിക്കോട്ടെ ഇവർ ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ഓക്സൈഡ് ഫിലിം ഫോം ചെയ്യും. ഇപ്പോൾ ബെർലിയം ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ബെർലിയം ഓക്സൈഡ് ഫോം ചെയ്തു. ഓക്കെ, ദെൻ അതേപോലെ തന്നെ അലുമിനിയം ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ Al2O3 ഫോം ചെയ്തു. അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് ഇതാണ് ഒരു ബെർലിയം മെറ്റൽ എങ്കിൽ ഈ ബെർലിയം മെറ്റൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ സർഫസിൽ മുഴുവൻ ബെർലിയം ഓക്സൈഡ് ഫോം ചെയ്യുക. അതേപോലെ തന്നെ ഇതിപ്പോൾ അലുമിനിയം ഓക്സൈഡ് ആണെങ്കിൽ ഈ അലുമിനിയത്തിൻ്റെ ഓക്സൈഡിൻ്റെ സർഫസിൽ മുഴുവൻ Al2O3 ഫോം ചെയ്യുക. അപ്പോൾ ഒരു പാസീവ് ഓക്സൈഡ് ഫിലിമായിട്ട് അത് ആക്ട് ചെയ്യും. അപ്പോൾ അതുവഴി എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫർദർ ആയിട്ടുള്ള റിയാക്ഷനെ അവിടെ വെച്ച് പ്രിവെൻറ്റ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവരുടെ ഡയഗണൽ റിലേഷൻഷിപ്പിൽ ഒന്നാമത്തെ പോയിന്റ്. രണ്ടുപേരും ഒരേപോലെ തന്നെ എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്, രണ്ടുപേരും ഒരേപോലെ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു പാസീവ് ഓക്സൈഡ് ഫിലിം ഫോം ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ബെർലിയത്തിൻ്റെ ഹൈഡ്രോക്സൈഡ് BeOH2. ഈ ബെർലിയത്തിൻ്റെ ഹൈഡ്രോക്സൈഡ് ബേസസുമായിട്ട് ആൽക്കലികളുമായിട്ട് വളരെ എളുപ്പത്തിൽ റിയാക്ട് ചെയ്യുന്നു. +2OH- ആൽക്കലിയുമായിട്ട് റിയാക്ട് ചെയ്ത് അവിടെ ഫോം ചെയ്യുന്നത് BeOH4 BeOH4 എന്ന് പറയുമ്പോൾ അതിനെ ഞാൻ വിളിക്കുന്ന പേര് ബെറിലേറ്റ് അയോൺ എന്നാണ് വിളിക്കുക, ബെറിലേറ്റ് അയോൺ. ഓക്കെ, അതേപോലെ തന്നെ അലുമിനിയത്തിൻ്റെ ഹൈഡ്രോക്സൈഡ് എടുക്കുകയാണെന്ന് വിചാരിക്കുക, AlOH +3OH-, അതായത് ഒരു ബേസുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ NaOH പോലെയുള്ള ഒരു ബേസുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഫോം ചെയ്യുന്നത് AlOH6 അതായത് അലുമിനേറ്റ് അയോൺ. ഓക്കെ, അലുമിനേറ്റ് അയോൺ. അപ്പോൾ അതായത് ബെർലിയം ഹൈഡ്രോക്സൈഡ് ആയിക്കോട്ടെ അലുമിനിയം ഹൈഡ്രോക്സൈഡ് ആയിക്കോട്ടെ രണ്ടുപേരും ഈ ആൽക്കലികളുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു കോംപ്ലക്സ് ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. ഇവിടെ കോംപ്ലക്സ് ആയിട്ട് ബെർലൈറ്റ് അയോൺ ഫോം ചെയ്യുന്നു, ഇവിടെ കോംപ്ലക്സ് ആയിട്ട് ഫോം ചെയ്യുന്നത് അലുമിനേറ്റ് അയോൺ ആണ്. ഇത്തരത്തിലുള്ള കോമ്പൗണ്ടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോംപ്ലക്സ് കോമ്പൗണ്ട്സ്. BeOH4 AlOH6 ഓക്കെ, ഇത്തരത്തിലുള്ള കോംപ്ലക്സുകൾ ഫോം ചെയ്യാനുള്ള കഴിവ് ബെർലിയം ഹൈഡ്രോക്സൈഡിനുണ്ട്, അതേപോലെ തന്നെ അലുമിനിയം ഹൈഡ്രോക്സൈഡിനുണ്ട്. അതാണ് നമ്മൾ രണ്ടാമതായിട്ട് ഓർത്ത് വയ്ക്കേണ്ട പോയിന്റ്. ഇനി നമുക്ക് മൂന്നാമത്തെ പോയിന്റിലേക്ക് വരാം, ഇവരുടെ ക്ലോറൈഡുകൾ. ഓക്കെ, ബെർലിയം ക്ലോറൈഡും അലുമിനിയം ക്ലോറൈഡും നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അലുമിനിയം ക്ലോറൈഡിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല, കാരണം അത് നമ്മുടെ P ബ്ലോക്ക് എലമെന്റ്സിൽ വരുന്ന ടോപ്പിക്കാണ്. പക്ഷേ ഇവിടെ നമുക്ക് ആ ഒരു ഡയഗണൽ റിലേഷൻഷിപ്പ് നോക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരുടെ ആ സിമിലാരിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഇപ്പോൾ ബെർലിയം ക്ലോറൈഡ് എടുക്കുകയാണെന്ന് വിചാരിക്കുക, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തേർഡ് പോയിന്റ്. ഓക്കെ, ബെർലിയം ക്ലോറൈഡും അതേപോലെ തന്നെ അലുമിനിയം ക്ലോറൈഡും എടുക്കുകയെന്ന് വിചാരിക്കുക. ഇവർ രണ്ടുപേരും എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ പ്രത്യേകത, ഇവർക്ക് രണ്ടുപേർക്കും ക്ലോറോ ബ്രിഡ്ജ്ഡ് ഡൈമർ ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ, ക്ലോറോ ബ്രിഡ്ജ്ഡ് ഡൈമർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്.
കഴിഞ്ഞ ദിവസം നമ്മൾ ബെർലിയം ക്ലോറൈഡിൻ്റെ കേസ് കണ്ടിരുന്നു. ബെർലിയം ക്ലോറൈഡിൽ ഇങ്ങനെയാണ് വരുന്നത്, ബെർലിയം ക്ലോറിൻ ക്ലോറിൻ, ദെൻ വൺസ് അഗെയിൻ ബെർലിയം ക്ലോറിൻ ക്ലോറിൻ. ഓക്കെ, ഇപ്പോൾ നമ്മൾ 2 ബെർലിയം ക്ലോറൈഡ് എടുത്തിരിക്കുകയാണ്. ഈ 2 ബെർലിയം ക്ലോറൈഡിൽ നമുക്കറിയാം ഇവിടെ ക്ലോറിനിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണുകൾ 1 2 3 4 5 6 ഇലക്ട്രോണുകൾ വരുന്നുണ്ട്. 2 ലോൺ പെയർ ഉണ്ട്. ഈ 2 ലോൺ പെയർ ഉപയോഗിച്ചിട്ട് ഈ ക്ലോറിനിലുള്ളത് ഇവിടേക്ക് ഒരു ബോണ്ട് ചെയ്യും. അതേപോലെ തന്നെ ഇവിടെ ഈ ക്ലോറിനിൽ 1 2 3 4 5 6 ഇലക്ട്രോൺ പ്രസന്റ് ആയിട്ടുണ്ട്. ഇതിലത്തെ ഒരു ലോൺ പെയർ ഉപയോഗിച്ചുകൊണ്ട്, ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഇവിടേക്കും ബോണ്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബെർലിയം ക്ലോറൈഡുകൾ രണ്ടും കൂടി ചേർന്ന് നിന്നു. ഇതേപോലെ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പുറത്തേക്ക് അടുത്ത ക്ലോറിൻ, ദെൻ അടുത്തത് ഇപ്പുറത്തെ അടുത്ത ക്ലോറിൻ, ദെൻ അടുത്തത് വീണ്ടും അടുത്തത് ബെർലിയം, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതാണ് ബെർലിയം ക്ലോറൈഡിൻ്റെ ഒരു സ്ട്രക്ചർ വരിക. ഇതേ പാറ്റേൺ തന്നെ നമുക്ക് എവിടെയും കാണാനായിട്ട് സാധിക്കും. AlCl3യുടെ കേസിലും നമുക്ക് കാണാൻ സാധിക്കും. അലുമിനിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ അവൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് വരുന്നത്, അലുമിനിയം ക്ലോറിൻ ക്ലോറിൻ ക്ലോറിൻ. ഓക്കെ, അലുമിനിയം ക്ലോറൈഡ്. ദെൻ വീണ്ടും അടുത്ത അലുമിനിയം ക്ലോറൈഡ് AlCl. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ക്ലോറിനിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണുകൾ പ്രസന്റ് ആയിട്ടുണ്ട്. 1 2 3 4 5 6 ഇലക്ട്രോണുകളുണ്ട്. അതിലത്തെ ഒരു ലോൺ പെയർ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ അലുമിനിയവുമായിട്ട് ബോണ്ട് ഉണ്ടാക്കി. അതേപോലെ ഇവിടെ ക്ലോറിനിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണുകൾ പ്രസന്റ് ആയിട്ടുണ്ട്, അത് ഉപയോഗിച്ചുകൊണ്ട് ഇവിടേക്ക് അലുമിനിയവുമായിട്ട് ബോണ്ട് ഉണ്ടാക്കി. അപ്പോൾ AlCl3 എന്ന് പറയുന്നത് എന്തായിട്ട് നിൽക്കുന്നു, അത് ഡൈമറൈസ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു ഡൈമറൈസ് ചെയ്തിട്ടുള്ള ഒരു ഫോമിൽ നിൽക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ BeCl2 ആയാലും AlCl3 ആയാലും അവരുടെ ക്ലോറോ ബ്രിഡ്ജിൽ ഡൈമർ ഫോം ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ തേർഡ് പോയിന്റ് ആയിട്ട് പറയാവുന്നത്. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് വരാം, 4th പോയിന്റ്. ഇനി ഇവരുടെ 4ാമത്തെ പോയിന്റ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും ലൂയിസ് ആസിഡുകളായിട്ട് ആക്ട് ചെയ്യുന്നു. ഓക്കെ, ലൂയിസ് ആസിഡ്സ്. ഓക്കെ, വാട്ട് ഈസ് മീൻ ബൈ ലൂയിസ് ആസിഡ്സ്? ലൂയിസ് ആസിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്പീഷീസുകളാണെങ്കിൽ അവരെ നമുക്ക് ലൂയിസ് ആസിഡ്സ് എന്ന് വിളിക്കാം. അതേപോലെ തന്നെ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള സ്പീഷീസുകളാണെങ്കിൽ അവരെ നമുക്ക് ലൂയിസ് ബേസസ് എന്നും വിളിക്കാം. ലൂയിസ് ബേസസ്. ഓക്കെ, ഇവിടെ നമുക്ക് ലൂയിസ് ബേസസ് എന്നുള്ള ടേം ആവശ്യം വരുന്നില്ല, നമുക്ക് ലൂയിസ് ആസിഡ്സ് മാത്രമേ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ലൂയിസ് ആസിഡ്സ് ആണ് ആദ്യം നോക്കുന്നത്. ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്പീഷീസുകളാണെങ്കിൽ അവരെ നമ്മൾ ലൂയിസ് ആസിഡ്സ് എന്നാണ് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ BeCl2 AlCl3. ഓക്കെ, BeCl2 ആൻഡ് AlCl3 ഈ 2 കേസുകളിലും ഒന്നാമത്തെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെർലിയത്തിൻ്റെ ഔട്ടർ മോഷനിൽ 1 2 ഇലക്ട്രോണുകളാണുള്ളത്. ഈ 2 ഇലക്ട്രോണുകളാണ് ആരുമായിട്ട് ബോണ്ട് ചെയ്തിരിക്കുന്നത്, ക്ലോറിനുമായിട്ട് ബോണ്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 2 ഇലക്ട്രോണുകളാണ് ക്ലോറിനായിട്ട് ബോണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ 2, ഓക്കെ, ദെൻ ഇവിടെ 2. അപ്പോൾ അങ്ങനെ ടോട്ടൽ എത്ര ഇലക്ട്രോണുകളായിരിക്കും ഇവിടെ പ്രസന്റ് ആയിരിക്കുക? 1 2 3 4. ഓക്കെ, ടോട്ടൽ 4 ഇലക്ട്രോൺസ് മാത്രമേ ബെർലിയത്തിനെ സറൗണ്ട് ചെയ്തിട്ട് പ്രസന്റ് ആയിട്ടുള്ളൂ. ഒക്ടറ്റ് ഒന്നും അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം അതൊരു ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്പീഷീസ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ അലുമിനിയം ക്ലോറൈഡ് AlCl3 കൺസിഡർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. AlCl3 നോക്കുമ്പോൾ ഈ അലുമിനിയം ക്ലോറൈഡിൽ അലുമിനിയം, ഓക്കെ, ദെൻ 3 ക്ലോറിനാണ് ഇതുമ്പോൾ പ്രസന്റ് ആയിക്കണേ. ഓക്കെ, 3 ക്ലോറിൻ, ഓക്കെ, ക്ലോറിൻ 3 ക്ലോറിനാണ് പ്രസന്റ് ആയിക്കണം. അപ്പോൾ ഇതിൽ നോക്കി നോക്കൂ എത്ര ഇലക്ട്രോണുകൾ പ്രസന്റ് ആയിട്ടുണ്ട്. 1 2 3 4 5 6. ഓക്കെ, അപ്പോൾ ഈ അലുമിനിയത്തിനെ സറൗണ്ട് ചെയ്തിട്ട് അവിടെ വരുന്നത് ടോട്ടൽ 6 ഇലക്ട്രോൺസ് ആണ്. 6 ഇലക്ട്രോൺസ് ആണ് ഇവിടെ പ്രസന്റ് ആയിക്കണം. അപ്പോൾ ഈ അലുമിനിയവും ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. അത്തരത്തിൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്പീഷീസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലൂയിസ് ആസിഡ്സ്. അപ്പോൾ ഈ ബെർലിയം ക്ലോറൈഡും AlCl3യും രണ്ടും ലൂയിസ് ആസിഡ്സ് ആണ്. ഓക്കെ, ഈ ലൂയിസ് ആസിഡ്സ് നമ്മൾ ജനറലി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഓക്കെ, അതായത് ഫ്രീഡൽക്രാഫ്റ്റ് റിയാക്ഷനുകളിൽ കാറ്റലിസ്റ്റ് ആയിട്ട് സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ളത് ലൂയിസ് ആസിഡ്സ് ആണ്. ഓക്കെ, ലൂയിസ് ആസിഡ്സ് ആണ്. ഈ ഫ്രീഡൽക്രാഫ്റ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ എവിടെ പഠിക്കും? നമ്മുടെ +1 ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്.
+1 ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്ററിൽ ഫ്രിഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട് റിയാക്ഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ റിയാക്ഷൻ, ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട് റിയാക്ഷൻ ഉണ്ട്. ആ റിയാക്ഷനിലേക്ക് ഇപ്പോൾ നമ്മൾ തൽക്കാലം കിടക്കുന്നില്ല. നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രി ഹൈഡ്രോ കാർബൺ ചാപ്റ്റർ പഠിക്കുമ്പോൾ അവിടെ പഠിച്ചോളൂ ഫ്രിഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ എന്താണെന്ന്. ആ ഫ്രിഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷനുകളിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ആണ് ലൂയിസ് ആസിഡ്സ്. ഓക്കെ, ലൂയിസ് ആസിഡ്സ് കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കും. അതിന് സാധാരണ നമുക്ക് ഉപയോഗിക്കാവുന്ന ആൾക്കാരാണ് ഈ AlCl3 പോലെയുള്ളതൊക്കെ, അലുമിനിയം ക്ലോറൈഡ് പോലെയുള്ളതൊക്കെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിലത്തെ 6ാമത്തെ പോയിന്റിലേക്ക് വരാം, 6th പോയിന്റ്. ഓക്കെ, ഇപ്പം നമുക്കറിയാം ബെർലിയം ഫോം ചെയ്യുന്ന ഫ്ലൂറൈഡിൻ്റെ ഫോർമുല BeF2 എന്നാണ്. ഓക്കെ, BeF2. ഇത് വേണമെങ്കിൽ ഇതിലേക്ക് 2 ഫ്ലൂറിനും കൂടി അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിനെനിക്ക് എന്ത് എഴുതാം? ഇതിനെനിക്ക് BeF4- എന്ന് എഴുതാം. BeF4 എന്ന് പറഞ്ഞിട്ട് കോംപ്ലക്സ് ഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതേപോലെ തന്നെ അലുമിനിയത്തിൻ്റെ കേസിൽ നോക്കാമെന്ന് വിചാരിക്കുക. അലുമിനിയത്തിൻ്റെ ഫ്ലൂറൈഡ് AlF3 എടുത്തു എന്ന് വിചാരിക്കുക. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് 3 ഫ്ലൂറിനെ ആഡ് ചെയ്തുകൊണ്ട് ഇവനെ എനിക്ക് എന്ത് എഴുതാൻ സാധിക്കും? AlF6- എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഇതുപോലെ കോംപ്ലക്സ് ഫോം ചെയ്യാൻ അലുമിനിയത്തിനും ബെർലിയത്തിനും 2 പേർക്കും സാധിക്കുന്നു. അലുമിനിയത്തിനും ബെർലിയത്തിനും കോംപ്ലക്സ് ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് അവർ ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നു എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നതിലത്തെ ഒരു സിമിലാരിറ്റി ആണിത്. ഓക്കെ, ഒരു സിമിലാരിറ്റി ആണിത്. ബെർലിയം ഫ്ലൂറൈഡ് ബെർലിയം BeF4 എന്നും അലുമിനിയം ഫ്ലൂറൈഡ് AlF3 എന്ന് പറയുന്നത് AlF6- എക്സിസ്റ്റ് ചെയ്യും. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു. ഈ ബെർലിയം എന്തുകൊണ്ടാണ് BeF4 ഫോം ചെയ്യുന്നത്? അലുമിനിയത്തിന് AlF6 6 കൂടെ ചേർത്ത് നിർത്താൻ പറ്റിയപ്പോൾ ബെർലിയത്തിന് ടോട്ടൽ 4 പേരെ കൂടെ ചേർത്ത് നിർത്താൻ പറ്റുന്നുള്ളൂ. കാരണം ബെർലിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുമ്പോൾ 1s2 2s2 എന്നാണ് വരുന്നത്. ഓക്കെ, 2s കഴിഞ്ഞാൽ പിന്നെ ഇതിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഒരു ഓർബിറ്റൽ 2p ഓർബിറ്റൽ മാത്രമാണ്. 2s കഴിഞ്ഞാൽ 2p ഓർബിറ്റലാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഇതിൽ ഇലക്ട്രോണുകളൊന്നും പ്രസൻ്റ് ആയിട്ടില്ല, 2p ഓർബിറ്റൽ മാത്രമാണ് ഇവിടെ പ്രസൻ്റ് ആയിരിക്കുന്നത്. അപ്പോൾ 2s 2p മാത്രമേ പ്രസൻ്റ് ആയിട്ടുള്ളൂ എങ്കിൽ ബെർലിയത്തിന് ഫോം ചെയ്യാവുന്ന ഹൈബ്രിഡ് ഓർബിറ്റൽസ് sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ മാത്രമാണ്. ബെർലിയത്തിന് മാക്സിമം ഫോം ചെയ്യാവുന്നത് sp3 ഹൈബ്രിഡ് ഓർബിറ്റലാണ്. sp3 ഹൈബ്രിഡ് ഓർബിറ്റലിലേക്ക് ഉൾക്കൊള്ളാവുന്നത് മാക്സിമം 4 ആറ്റങ്ങളെ മാത്രമേ ഇതിലേക്ക് വെക്കാൻ പറ്റൂ. 4 ഹൈബ്രിഡ് ഓർബിറ്റൽസേ പ്രസൻ്റ് ആയിട്ടുള്ളൂ. എന്നാൽ അലുമിനിയത്തിൻ്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അലുമിനിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ വരുന്നത് 13 എന്നാണ്. അവൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p1 എന്നാണ് വരുന്നത്. ഓക്കെ, 3s2 3p1 എന്ന് വരുന്നതുകൊണ്ട് ഇവിടെ s ഓർബിറ്റലും p ഓർബിറ്റലും ഇനി d ഓർബിറ്റലും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഇവൻ്റെ ഹൈബ്രിഡൈസേഷൻ നമുക്ക് sp3d2 എന്ന് വരെ വേണമെങ്കിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. sp3d2. അതുകൊണ്ട് തന്നെ AlF6 ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? sp3d2 ആയിരിക്കും. ഓക്കെ, sp3d2 എന്നായിരിക്കും AlF6- ഹൈബ്രിഡൈസേഷൻ വരുന്നത്. അതായത് d ഓർബിറ്റൽസ് അവൈലബിൾ ആണ്. ബെർലിയത്തിൻ്റെ കേസിൽ നോൺ അവൈലബിലിറ്റി ഓഫ് d ഓർബിറ്റൽസ് ആണ്. അതായത് d ഓർബിറ്റൽസ് പ്രസൻ്റ് അല്ല. അതുകൊണ്ട് ഇവന് മാക്സിമം sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് വരെ മാത്രമേ ഫോം ചെയ്യാൻ സാധിക്കൂ. sp3 വരെ മാത്രമേ പറ്റൂ. അലുമിനിയത്തിന് d ഓർബിറ്റൽ ഉണ്ട്, ഇപ്പുറത്ത് d പ്രസൻ്റ് ആയിട്ടുള്ളത് കൊണ്ട് ഇവൻ sp3d2 വരെ ഫോം ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഇവൻ AlF6- ഫോം ചെയ്തത്. ബെർലിയം ഒരിക്കലും എന്ത് ഫോം ചെയ്യുന്നില്ല? BeF6- അല്ലെങ്കിൽ മൈനസ്നോ പറഞ്ഞിട്ടുള്ള ഒരു സ്പീഷീസ് 4- പറഞ്ഞിട്ടുള്ള സ്പീഷീസുകളൊന്നും തന്നെ ഫോം ചെയ്യാനായിട്ട് ആർക്ക് സാധിക്കുന്നില്ല? ബെർലിയത്തിന് സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്നുള്ള ഐഡിയ മനസ്സിലായല്ലോ. നോൺ അവൈലബിലിറ്റി ഓഫ് d ഓർബിറ്റൽസ്. d ഓർബിറ്റൽസ് പ്രസൻ്റ് അല്ലാത്തത് കൊണ്ടാണ് ഇത് ഫോം ചെയ്യാനായിട്ട് സാധിക്കാത്തത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ലിഥിയത്തിൻ്റെയും അതേപോലെ മെഗ്നീഷ്യത്തിൻ്റെയും ബെർലിയത്തിൻ്റെയും അലുമിനിയത്തിൻ്റെയും ഡയഗണൽ റിലേഷൻഷിപ്പുകൾ വരുന്നത്. തൊട്ട് മുമ്പ് നമ്മൾ ലിഥിയത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും നോക്കിയിരുന്നു. ഒരിക്കൽ കൂടി നമുക്കിത് കവർ ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഇതിൽ നമുക്ക് ഡയഗണൽ റിലേഷൻഷിപ്പിലെ 1ാമത്തെ പോയിന്റ് പറയുന്നത് ബെർലിയം അലുമിനിയം ഡയഗണൽ റിലേഷൻഷിപ്പിലെ ഫസ്റ്റ് പോയിന്റ്, ബെർലിയവും അലുമിനിയവും 2 പേരും ആസിഡുമായിട്ട് ഫോം ചെയ്ത് ഒരു ഓക്സൈഡ് ഫിലിം, പാസീവ് ഓക്സൈഡ് ഫിലിം ഫോം ചെയ്യുന്നു. 2ാമത്തെ പോയിന്റ്, ഇവരുടെ 2 പേരുടെയും ഹൈഡ്രോക്സൈഡുകൾ ആൽക്കലിയുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കോംപ്ലക്സ് ഫോർമേഷൻ നടക്കുന്നു. ബെർലൈറ്റ് അയോൺ, അലുമിനേറ്റ് അയോൺ പോലെ. ഓക്കെ, 2 പേരുടെയും ക്ലോറൈഡുകൾ നോക്കുകയാണെങ്കിൽ 2 പേർക്കും ക്ലോറോ ബ്രിഡ്ജ്ഡ് ഡൈമർ ഫോം ചെയ്യാൻ പറ്റും. ബെർലിയം ക്ലോറൈഡും അലുമിനിയം ക്ലോറൈഡും ക്ലോറോ ബ്രിഡ്ജ്ഡ് ഡൈമർ ഫോം ചെയ്യുന്നു.
ദെൻ അടുത്തത് ഇവരുടെ പ്രത്യേകത, ഇവർ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്പീഷീസുകളാണ്. ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്പീഷീസുകളെ സാധാരണ ലൂയിസ് ആസിഡ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ബെർലിയം ക്ലോറൈഡും AlCl3 പോലെയുള്ളതൊക്കെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ലൂയിസ് ആസിഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ ലൂയിസ് ബേസസ് എന്നാണ് വിളിക്കുന്നത്. അത് നമ്മൾ പിന്നീട് പഠിക്കും. NH3 പോലെയുള്ളതൊക്കെയാണ് എക്സാമ്പിൾസ്. ഓക്കെ, അമോണിയ പോലെയുള്ളതൊക്കെ ലൂയിസ് ബേസസിന് എക്സാമ്പിൾസ് പറയാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് ആയിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ എന്താണെന്ന് നമ്മൾ നമ്മുടെ സെക്കൻഡ് പാർട്ട് ഹൈഡ്രോ കാർബൺ ചാപ്റ്ററിൽ, ഓക്കെ, ഫസ്റ്റ് ഇയർ സെക്കൻഡ് പാർട്ട് ഹൈഡ്രോ കാർബൺ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും. ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ ആൽക്കൈലേഷൻ റിയാക്ഷൻ. ആ റിയാക്ഷനിൽ ലൂയിസ് ആസിഡ്സ് ഉപയോഗിക്കാറുണ്ട്. കാറ്റലിസ്റ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. AlCl3 പോലെയുള്ള BeCl2 പോലെയുള്ള ലൂയിസ് ആസിഡ്സ് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ഫൈനലി നമ്മൾ അവസാനത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞത് ബെർലിയം ഫ്ലൂറൈഡ്, അലുമിനിയം ഫ്ലൂറൈഡ് പോലെയുള്ളതൊക്കെ തന്നെ അവരുടെ കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. BeF4 AlF6 പോലെയുള്ള കോംപ്ലക്സുകളാണ് ഫോം ചെയ്യുന്നത്. ബെർലിയത്തിൻ്റെ ഫ്ലൂറൈഡ് നോക്കുമ്പോൾ അവൻ എന്തുകൊണ്ടാണ് BeF6 പോലെയുള്ള ഒരെണ്ണം ഫോം ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോൺ അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽസ്. ബെർലിയത്തിൽ ഡി ഓർബിറ്റൽ പ്രസൻറ്റ് അല്ലാത്തത് കൊണ്ട് അവന് മാക്സിമം ഫോം ചെയ്യാവുന്ന ഹൈബ്രിഡ് ഓർബിറ്റൽസ് sp3 വരെ പറ്റൂ. sp3 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് വരെ അവർക്ക് ഫോം ചെയ്യാൻ സാധിക്കൂ. അതിൽ നിന്ന് വിട്ട ഒരെണ്ണം ഫോം ചെയ്യാൻ പറ്റില്ല. എന്നാൽ അലുമിനിയത്തിൻ്റെ കേസിൽ നോക്കുമ്പോൾ അലുമിനിയത്തിന് അവിടെ ഡി ഓർബിറ്റൽസ് അവൈലബിൾ ആയതുകൊണ്ട് അവന് sp3d2 പോലെയൊക്കെയുള്ള ഹൈബ്രിഡ് ഓർബിറ്റൽസ് അവന് ഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് വരുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ആൽക്കലി മെറ്റൽസിൻ്റെ ജനറൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ്, പിന്നെ അനോമലസ് പ്രോപ്പർട്ടീസ്, പിന്നെ അതേപോലെ തന്നെ സാൾട്സ് ഓഫ് ഓക്സോ ആസിഡ്സ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അവരുടെ ഡയഗണൽ റിലേഷൻഷിപ്പ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരുപാട് കോമ്പൗണ്ടുകളെ കുറിച്ചാണ്. കുറേ കോമ്പൗണ്ടുകളും അവരുടെ പ്രോപ്പർട്ടീസുമാണ് പഠിക്കാൻ പോകുന്നത്. അതായത് ആൽക്കലി മെറ്റൽസിലെ സോഡിയം ഫോം ചെയ്യുന്ന പ്രധാനപ്പെട്ട ചില കോമ്പൗണ്ടുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആ കോമ്പൗണ്ടിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യം എങ്ങനെയാണ് ഈ സോഡിയം എക്സ്ട്രാക്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു പ്രോസസ്സ് കണ്ടിട്ട് നമുക്ക് കോമ്പൗണ്ട്സ് ഓഫ് സോഡിയം എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് എക്സ്ട്രാക്ഷൻ ഓഫ് സോഡിയം. എക്സ്ട്രാക്ഷൻ ഓഫ് സോഡിയം. ഓക്കെ, സോഡിയത്തിൻ്റെ എക്സ്ട്രാക്ഷൻ എങ്ങനെയാണ് നടത്തുന്നത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, സോഡിയത്തിൻ്റെ എക്സ്ട്രാക്ഷൻ നമ്മൾ നടത്തുന്നത് ഇലക്ട്രോളിസിസ് വഴിയാണ്. ഓക്കെ, ഇലക്ട്രോളിസിസ് ഓഫ് ബ്രൈൻ സൊല്യൂഷൻ ഓർ NaCl, സോഡിയം ക്ലോറൈഡ്. ബ്രൈൻ സൊല്യൂഷൻ അല്ല, സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ് എടുത്തിട്ട് അതിനെ ഇലക്ട്രോളിസിസ് നടത്തി അതിൽ നിന്നാണ് നമ്മൾ സോഡിയം എക്സ്ട്രാക്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സോഡിയം ക്ലോറൈഡിനോടൊപ്പം തന്നെ നമ്മളൊരു ഫ്യൂസ്ഡ് മിക്സർ ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. അതിൽ കാൽഷ്യം ക്ലോറൈഡും പ്രസൻ്റ് ആയിട്ടുണ്ടാവും, സോഡിയം ഫ്ലൂറൈഡും പ്രസൻ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, അതായത് ഈ ഒരു മിക്സർ സോഡിയം ക്ലോറൈഡ്, കാൽഷ്യം ക്ലോറൈഡ്, സോഡിയം ഫ്ലൂറൈഡ് ഇതൊക്കെ കൂടി ചേർന്നൊരു മിക്സർ എടുത്തിട്ട് ഇവന് നമ്മൾ ഇലക്ട്രോളിസിസ് നടത്തി അതിൽ നിന്ന് സോഡിയം എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ ഇലക്ട്രോളിസിസ് നടത്തുമ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത, ഇതിലത്തെ കാൽഷ്യം ക്ലോറൈഡ്, സോഡിയം ഫ്ലൂറൈഡും എന്തിനായിരിക്കും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടാവുക? ഇതിനെ മാത്രമല്ല എക്സ്ട്രാക്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ, സോഡിയം ക്ലോറൈഡിനെ മാത്രമേ എക്സ്ട്രാക്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. പിന്നെ ഇതിൽ എന്തിനായിരിക്കും നമ്മൾ കാൽഷ്യം ക്ലോറൈഡ്, സോഡിയം ഫ്ലൂറൈഡ് ആഡ് ചെയ്തിട്ടുണ്ടാവുക? അതിൻ്റെ റീസൺ, ഈ സോഡിയം ക്ലോറൈഡിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 800 ഡിഗ്രി സെൽഷ്യസ് ആണ്. 800 ഡിഗ്രി സെൽഷ്യസ്, 800 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ഇതുപോലെ ഒരു ഫ്യൂസ്ഡ് മിക്സർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവരുടെ മെൽറ്റിംഗ് പോയിൻ്റ് റെഡ്യൂസ് ചെയ്തിട്ട് 600 ഡിഗ്രി സെൽഷ്യസിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും. ഓക്കെ, സോ കാൽഷ്യം ക്ലോറൈഡ് ആൻഡ് സോഡിയം ഫ്ലൂറൈഡ് ഈസ് യൂസ്ഡ് ടു റെഡ്യൂസ് ദ മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി, കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിച്ചിരിക്കുന്നത്? കാൽഷ്യം ക്ലോറൈഡും സോഡിയം ഫ്ലൂറൈഡും ചേർന്ന മിക്സർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ പോയിന്റ് ഓർക്കേണ്ടത്. ഇനി നമുക്ക് ഇവിടെ ഇലക്ട്രോളിസിസ് നടത്താം. ഇലക്ട്രോളിസിസ് റിയാക്ഷൻ നടത്തിയിട്ട് ഇതിൽ നിന്ന് സോഡിയത്തിനെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇവിടെ ഇലക്ട്രോളിസിസ് റിയാക്ഷൻ നടക്കുമ്പോൾ എൻ്റെ കയ്യിൽ NaCl ഉണ്ട്. NaCl എന്ന് പറയുമ്പോൾ Na++Cl- എന്ന് ഡീകമ്പോസ് ചെയ്ത് എഴുതാം. ഓക്കെ, അപ്പോൾ അതായത് 2 അയോണുകളുണ്ട്, Na+ അയോണുകളും Cl- അയോണുകളും. ഇലക്ട്രോളിസിസ് നടത്തുന്ന സമയത്ത് ഇവിടെ 2 ഇലക്ട്രോഡുകൾ, ആനോഡ്, ഓക്കെ, കാഥോഡ്. നമുക്കറിയാം ആനോഡിൻ്റെ ചാർജ് നമുക്ക് ഇലക്ട്രോളിറ്റിക് സെല്ലിൽ പോസിറ്റീവാണ്, കാഥോഡിൻ്റെ ചാർജ് നെഗറ്റീവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആനോഡിൽ വെച്ച് നടക്കുന്ന റിയാക്ഷൻ എന്തായിരിക്കും?
ആനോഡിൽ വെച്ച് ഓക്സിഡേഷൻ റിയാക്ഷൻ ആയിരിക്കും നടക്കുന്നത്. അതേപോലെ കാഥോഡിൽ വെച്ച് നടക്കുന്ന റിയാക്ഷൻ ഏതായിരിക്കും? കാഥോഡിൽ വെച്ച് റിഡക്ഷൻ റിയാക്ഷൻ ആയിരിക്കും നടക്കുന്നത്. ആനോഡിൽ വെച്ച് ഓക്സിഡേഷൻ റിയാക്ഷനും കാഥോഡിൽ വെച്ച് റിഡക്ഷൻ റിയാക്ഷൻ നടക്കും. അപ്പോൾ ആനോഡ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ചാർജാണ്. പോസിറ്റീവ് ചാർജുള്ള ആനോഡിലേക്ക് വരുന്നത് Cl- അയോണുകളായിരിക്കും. നെഗറ്റീവ് ചാർജുള്ള Cl- അയോണുകളായിരിക്കും. അപ്പോൾ ഈ Cl- അയോണുകൾ ആനോഡിൽ വന്ന് അവിടെ വെച്ചിട്ട് എന്ത് സംഭവിക്കും? ഓക്സിഡേഷൻ സംഭവിക്കും. ഓക്സിഡേഷൻ സംഭവിച്ച് ഹാഫ് Cl2 പ്ലസ് 1 ഇലക്ട്രോൺ എന്ന റിയാക്ഷൻ വന്നു. ഓക്കെ, ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ഓർ 2Cl- ഗീവ്സ് Cl2 പ്ലസ് 2 ഇലക്ട്രോൺ എന്നായിരിക്കും റിയാക്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ക്ലോറിൻ ഗ്യാസ് ആനോഡിൽ നിന്ന് ലിബറേറ്റ് ചെയ്യുന്നു. ഇനി കാഥോഡിലേക്ക് വരുമ്പോൾ കാഥോഡ് നെഗറ്റീവ് ചാർജിലാണ്. നെഗറ്റീവ് ചാർജുള്ള കാഥോഡിലേക്ക് വരുന്നത് ഈ Na+ അയോണുകളായിരിക്കും, സോഡിയം അയോണുകളായിരിക്കും. അപ്പോൾ Na+ അയോൺസ് കാഥോഡിൽ വന്ന് Na+ പ്ലസ് 1 ഇലക്ട്രോൺ ഗീവ്സ് Na എന്ന് വരും. ഓക്കെ, അങ്ങനെ ഈ സോഡിയം മുഴുവൻ ഏതിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും? കാഥോഡിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സോഡിയം ക്ലോറൈഡിൽ നിന്ന് സോഡിയം എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഈ സോഡിയം ക്ലോറൈഡിൽ നിന്ന് സോഡിയം എക്സ്ട്രാക്ട് ചെയ്യുന്ന ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൗൺസ് പ്രോസസ്. ഡൗൺസ് പ്രോസസ് എന്നുള്ള പേരിലാണ് വിളിക്കുക. സോഡിയം ക്ലോറൈഡിൽ നിന്ന് സോഡിയം എക്സ്ട്രാക്ട് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൗൺസ് പ്രോസസ്. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോസസ്സിലൂടെ നമുക്ക് സോഡിയം എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് സോഡിയത്തിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ടുകളാണ്. സോഡിയത്തിൻ്റെ എക്സ്ട്രാക്ഷൻ കഴിഞ്ഞ് അടുത്തത് സോഡിയത്തിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ടുകൾ എങ്ങനെയാണ് എന്നൊക്കെയാണ് വരുന്നത്. അതായത് സോഡിയം ഹൈഡ്രോക്സൈഡ്, സോഡിയം ബൈകാർബണേറ്റ്, സോഡിയം കാർബണേറ്റ്, സോഡിയം ക്ലോറൈഡ്, ഈ പോലെയുള്ള കോമ്പൗണ്ടുകളൊക്കെ അവരുടെ പ്രോപ്പർട്ടീസ്, അവരുടെ പ്രിപ്പറേഷൻ മെത്തേഡ്, ഇതൊക്കെ ആയിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.